ദോ ഈ കാണുന്ന 2 തെങ്ങുകൾക്കിടയിലൂടെ ഒരല്പം മുന്നിലേക്ക് നോക്കിയേ. അതൊരു മെയിൻ ബസ് റൂട്ടാണ്. ധാരാളം വാഹനം അതിലേ പോകുന്നത് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. അത്ര അടുത്താണ്. മെയിൻ റോഡിൽ നിന്നും 250 മീറ്റർ മാത്രം മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ള 10 സെൻറ്റിലെ ഒരുപാട് ഫലവൃക്ഷങ്ങളുള്ള നല്ലൊരു ഏരിയയാണ്. അതിനുള്ളിൽ 1150 സ്ക്വയർ ഫീറ്റ് റൂഫൊക്കെ ഇട്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെയുള്ള നല്ലൊരു വീടാണ്. വീടിൻ്റെ മതിലിന് ചെറിയൊരു പായലുണ്ട്. ആ പായലൊന്ന് മാറ്റി ഒരു പെയിൻറ്റൂടെ ചെയ്താൽ എന്താ ഒരു ബ്യൂട്ടി! അത്ര മനോഹരമായ ചുറ്റുപാടിലെ നല്ലൊരു വീടാണ്. വീടിൻ്റെ നേരെ മുൻപിലായിട്ട് വലതുവശത്ത് ഒരു റംബൂട്ടാന്, ഒരു മാവ്, അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം ഈ വീടിന് ഒരു ബ്യൂട്ടി നൽകുന്ന നല്ലൊരു കാഴ്ചയാണ്. അതേപോലെ ഒരിക്കലും വറ്റാത്ത 2 ജലസ്രോതസ്സുകളാണ് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് നല്ലൊരു കിണറും മറ്റൊന്ന് കുഴൽ കിണറുമാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, നല്ലൊരു കിണറുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കുഴൽ കിണറെന്ന്. അതിനുള്ള ഉത്തരം, നിലവിലത്തെ കിണറ്റിലെ വെള്ളം ഒരല്പം കുറഞ്ഞപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുഴിച്ചതാണ് കുഴൽ കിണർ. പക്ഷെങ്കിൽ 2 കിണറ്റിലും ധാരാളം വെള്ളം ഈ ഏപ്രിൽ മാസത്തിലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതും ഈ വീടിനെ സംബന്ധിക്കുന്ന ഏറ്റവും അനുകൂലമായൊരു ഘടകമാണ്. ഞാൻ പറഞ്ഞു നേരെ മുൻപിൽ ഒരു റംബൂട്ടാനും മാവും ഉണ്ടെന്ന്. അതുകൂടാതെ പേര, പ്ലാവ്, തെങ്ങ്, കുറച്ച് വാഴ എന്നിവയെല്ലാം ചേർന്ന് സുന്ദരമാക്കിയൊരു ചുറ്റുപാടിലെ നല്ലൊരു വീടാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നതും ഒരു പ്രത്യേകതയാണ്. എന്താ ഒരു ഭംഗി നോക്കിയേ! ചെറിയൊരു കുറ്റിക്കാട്ടിൽ തലപൊക്കി നിൽക്കുന്ന നല്ലൊരു മയിലിനെ പോലെ തോന്നും. ഇനി നമുക്ക് ഈ വീടിൻ്റെ ലൊക്കേഷൻ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും തരിക. തുടർന്ന് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആർക്കെങ്കിലും വീടോ വസ്തുവോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കാണുന്ന വീടിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്നും മല്ലപ്പള്ളിക്കുള്ള മെയിൻ ബസ് റൂട്ടിന് വളരെ അടുത്താണ് ഈ കാണുന്ന വീട്. അങ്ങനെ കറുകച്ചാലിനും മല്ലപ്പള്ളിക്കും മധ്യത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മുമ്പിലുള്ള ഗേറ്റാണ്. 2 ഗേറ്റാണ് ഈ വീടിനുള്ളത്. ഇത് നടവഴിയാണ്. മറ്റൊന്ന് വാഹനം കയറുന്ന ഒരു എൻട്രിയും ഈ വീട് നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ റൂഫൊക്കെ ഇട്ട മനോഹരമായൊരു വീടാണ്. എന്താ ഒരു ഭംഗി നോക്കിയേ! ഈ വീടിന് മുറ്റത്ത് നിൽക്കുന്ന ഈ 2 വൃക്ഷങ്ങളാണ് ഈ വീടിന് ഏറ്റവും ഭംഗി നൽകുന്ന നല്ലൊരു ഘടകം. ഇനി നമുക്ക് ഇവിടെ ഒന്നും വീടിൻ്റെ കോമ്പൗണ്ട് ഉള്ളിൽ കയറാം. കോമ്പൗണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു മുറ്റവും ഈ വീടിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യവും ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട്, ലിവിങ് റൂം, ഡൈനിങ് റൂം, 3 ബെഡ്റൂം, 2 ബാത്റൂം, ഒരെണ്ണം അറ്റാച്ച്ഡ്, ഒരെണ്ണം കോമണ്, 2 കിച്ചൺ എന്നിവയെല്ലാം ചേർന്ന നല്ലൊരു വീടാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങളും നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ ഇവിടെ ഒന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ കറുകച്ചാൽ, 4 കിലോമീറ്റർ മല്ലപ്പള്ളി എന്നിവയ്ക്ക് മധ്യത്തിലാണ് ഈ കാണുന്ന വീട്. ഇനി നമുക്ക് നേരെ വിലയിലേക്ക് വരാം. വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഈ 10 സെൻറ്റ് ഭൂമിയും അതിനോട് ചേർന്നുള്ള 1150 സ്ക്വയർ ഫീറ്റ് വീടിനോട് ചേർന്ന് ഉടമ ചോദിക്കുന്ന വില വെറും 35 ലക്ഷം രൂപയേ ഉള്ളൂ. ഇത്രയും നല്ല സൗകര്യത്തിൽ 2 ടൗണിന് മധ്യത്തിലായി വിശാല സൗകര്യമുള്ള മനോഹരമായ ചുറ്റുപാടിലെ ഈ വീട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വില ന്യായമാണ്. ഇത് നെഗോഷ്യബിളുമാണ്. എന്നാലും എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി
താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക.